ഫെഡ് റിസർവ് തീരുമാനത്തിൽ തിളങ്ങി വിപണികൾ. സെൻസെക്സ് 540 പോയിന്റ് ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. റിയൽറ്റി, മെറ്റൽ, പൊതുമേഖലാ ബാങ്കുകൾ നേട്ടമുണ്ടാക്കി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2200 കടന്നു. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡിട്ട് സ്വർണ്ണവില പവന് 49,440 രൂപയായി. നില മെച്ചപ്പെടുത്തി ക്രിപ്റ്റോ കറൻസികളും. രാജ്യത്തെ സാമ്പത്തിക അസമത്വം 100 വർഷത്തെ ഉയർന്ന നിലയിൽ. പഠന റിപ്പോർട്ട് പുറത്തുവിട്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ്. അസമത്വം കൊളോണിയൽ കാലയളവിലേതിനേക്കാൾ മോശമെന്നും റിപ്പോർട്ടിൽ. 1% അതിസമ്പന്നരുടെ ദേശീയ വരുമാന വിഹിതം 22.6%. ഇന്ത്യയിലെ അസമത്വം ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലുതെന്നും റിപ്പോർട്ട്. വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ചട്ടങ്ങൾ അടുത്ത മാസം മുതൽ മാറും. ചില ക്രെഡിറ്റ് കാർഡുകൾക്കായുള്ള റിവാർഡ് പേയ്മെന്റ് ശേഖരണം അടുത്ത മാസം 15-ന് അവസാനിക്കും. മാറ്റം വരുന്നത് SBI, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക് എന്നിവയുടെ ക്രെഡിറ്റ് കാർഡ് ചട്ടങ്ങളിൽ. അടുത്ത 6 മാസത്തിനുള്ളിൽ ബാങ്കുകളുടെ ആസ്തി നിലവാരം മെച്ചപ്പെടുമെന്ന് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ സർവേ. വായ്പാ പുനഃക്രമീകരണം, സാമ്പത്തിക വളർച്ച എന്നിവ തുണയ്ക്കുമെന്ന് റിപ്പോർട്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി 3% വരെയാകുമെന്നും വിലയിരുത്തൽ. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. US ഫെഡറൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയതിനു ശേഷം സൂചികകളിൽ നിന്ന് ദിവസത്തിലുടനീളം ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികകളിലും മികച്ച മുന്നേറ്റമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഏകദേശം ഒരു 1.5% നേട്ടം തന്നെ ഈ മിഡ് ക്യാപ് സൂചികളിലൊക്കെ തന്നെയുണ്ടായി. US സാമ്പത്തിക വീക്ഷണം IT ഓഹരികളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് പറയാം. കാരണം ഇന്നത്തെ ഒരു നേട്ടത്തിന്, ഈ ഒരു റാലിക്ക് ഒരു പിന്തുണ, ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് IT ഓഹരികളൊക്കെ തന്നെയാണ്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികളും ഇന്നൊരു പോസിറ്റീവ് മോഡലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ 172 പോയിന്റ് ഉണർവിൽ 22,011 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം കരസ്ഥമാക്കിയ സ്ഥാപനങ്ങൾ NTPC, BPCL എന്നിവയൊക്കെ ഓഹരികളൊക്കെ തന്നെ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇനി ബാങ്ക് ഓഹരികളിലേക്ക് പോവുകയാണെങ്കിൽ 374 പോയിന്റ് നേട്ടത്തിൽ 46,684 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്ക് ഓഹരികളിലൊക്കെ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും ഏകദേശം 170 പോയിന്റിന്റെ ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇന്നുണ്ടായത്. 539 പോയിന്റ് നേട്ടത്തിൽ 72,641 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഇന്നലെ മുതലൊക്കെ തന്നെ ഫെഡ് റിസർവിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാവും തന്നെ നിക്ഷേപകർ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നു. ഏതായാലും ഒരു പോസിറ്റീവ് ഉണർവിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഉണ്ട്. DBFSന്റെ ഡയറക്ടറായിട്ടുള്ള KV സാമുവൽ ആണ്. ഗുഡ് ഈവനിങ് ശ്രീ KV സാമുവൽ. മാർക്കറ്റ് ഇന്നൊരു നേട്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു നേട്ടം ഒരു ലോങ് ടൈമിലേക്ക് ഉണ്ടാകുമോ, അതൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രം ഒതുങ്ങുമോ? ഷോർട്ട് ടൈം ആണെന്നാണ് ഞങ്ങളുടെ ഒരു അനാലിസിസ്. കാരണം ഫെഡറൽ റിസർവിൻ്റെ ഡിസിഷൻ മാർക്കറ്റിന് വളരെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ നേരത്തെ തന്നെ പല പ്രാവശ്യം DBFS സൂചിപ്പിച്ചതുപോലെ ഇതൊരു കൺസോളിഡേഷൻ പീരീഡാണ്. ഇവിടെ കറക്ഷൻസ് ഉണ്ടാകാം, അതുപോലെ തന്നെ റാലി ഉണ്ടാകാം. പക്ഷേ ദീസ് ആർ ഓൾ ഡേ ടു ഡേ ഓർ ഷോർട്ട് ലൈക്ക്. ഇത് 1-2 ദിവസം ചിലപ്പം കുറച്ചുകൂടെ റാലി ചെയ്യും. പക്ഷേ ഇലക്ഷന് മുൻപ് മാർക്കറ്റ് ഒരു കറക്ഷൻ മൂഡിലാണ്. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് റാലി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് റേറ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. അതനുസരിച്ച് മുത്തൂറ്റ് ഫൈനാൻസ്, മണപ്പുറം ഫൈനാൻസ് മുതലായ കേരള ബേസ്ഡ് ഫൈനാൻസ് കമ്പനിയുടെ ഷെയർ 8%-ഉം 3.6%-ഉം ഉയർന്നു. അടുത്ത ദിവസങ്ങളിലും ഇത് ഒരു കൺസോളിഡേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഓഹരികൾ BPCL 3.7% ഉയർന്ന് 587-ലും, NTPC 3.62% ഉയർന്ന് 375-ലും, പവർ ഗ്രിഡ് 3.44% ഉയർന്ന് 273-ലാണ് ക്ലോസ് ചെയ്തത്. ഇടിവ് സംഭവിച്ച ഓഹരികൾ ഭാരതി എയർടെൽ 0.89%,
1223 HDFC ലൈഫ് 0.66% ഇടിഞ്ഞ് 622 നന്ദി ശ്രീ ONGC KV സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി നാളെ കാണാം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി അനുജ രാജേഷ് തുടരും.